മഹാഭാരത കഥകളുടെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 12ാമത്തെ പർവമായ ശാന്തി പർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യുധിഷ്ഠിരൻ കാട്ടിലേക്ക് പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ അർജുനൻ ചിലത് പറയാൻ തുടങ്ങി. വാസ്തവത്തിൽ അർജുനന് യുധിഷ്ഠിരന്റെ അഭിപ്രായങ്ങൾ ഒട്ടും തന്നെ ഇഷ്ടമായില്ല. മനസ്സിന്റെ ദൗർബല്യം ഒന്നുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പോലും തോന്നി. അതിനാൽ അർജുനൻ കുറച്ച് ഗൗരവത്തിൽ തന്നെയാണ് മറുപടി പറഞ്ഞത്. ക്രോധാവേശത്തോടുകൂടി അനേകം രാജാക്കന്മാരെയും ജനങ്ങളെയും കൊന്നൊടുക്കി ഭൂമിയും ഐശ്വര്യവും മുഴുവൻ സ്വാധീനമായി കഴിഞ്ഞപ്പോഴാണോ ഈ ത്യാഗം? ഭിക്ഷുക്കൾക്കും ദരിദ്രന്മാർക്കും ഈ ലോകത്തിൽ എന്തു ചെയ്യാൻ സാധിക്കും? അവർ ജീവിക്കുന്നുണ്ടെങ്കിലും ഇല്ലാത്ത ഫലമാണ്. എന്തുകൊണ്ടെന്നാൽ ധർമ്മത്തെ ആചരിക്കാനും ഭോഗങ്ങളെ അനുഭവിക്കാനും സമ്പത്ത് വേണം. ദാരിദ്ര്യത്തെക്കാൾ വലിയ ദുരന്തം മറ്റൊന്നും തന്നെയില്ല. ധർമ്മ ആചരണത്തിനും സമ്പത്ത് വേണം. ആ സ്ഥിതിക്ക് ദരിദ്രൻ എങ്ങനെ ധർമ്മത്തെ ആചരിക്കാൻ കഴിയും? പിന്നെ ബന്ധുവധത്തെ പറ്റിയാണ് പരിതാപമെങ്കിൽ ദേവന്മാരും കൂടി അതല്ലേ ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ക്ഷത്രിയർക്ക് ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് സമ്പത്തുണ്ടാകുന്നത്? അല്പമെങ്കിലും അക്രമത്തിൽ കൂടെയും അധർമ്മത്തിൽ കൂടെയും അല്ലാതെ ആർക്കും സമ്പത്തുണ്ടായിട്ടില്ല എന്നതാണ് പരമാർത്ഥം. മാന്ധാതാവ്, നകുഷൻ, യയാതി തുടങ്ങിയ മഹാരാജാക്കന്മാർക്ക് അധീനപ്പെട്ട ഈ ഭൂമി ഇപ്പോൾ അങ്ങേക്ക് അധീനപ്പെട്ടു എന്നേയുള്ളൂ. അതൊട്ടും തന്നെ തെറ്റായിട്ടുള്ള കാര്യമല്ല. അതിനാൽ മനസ്സിന്റെ മൗഢ്യം കൊണ്ടും ദൗർബല്യം കൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. കൂടാതെ യുദ്ധം കൊണ്ട് നേടിയ ഈ സമ്പത്ത് ദാനാദി ധർമാചരണങ്ങളെ കൊണ്ടും അശ്വമേധാദികളെ കൊണ്ടും വേണ്ട പോലെ ഉപയോഗപ്പെടുത്താതിരിക്കലാണ് അധർമ്മം. അങ്ങനെ ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന നരകഫലം വളരെ കഷ്ടവുമാണ്. അതിനാൽ അവരവരുടെ ധർമ്മത്തെ ആചരിക്കുന്നത് തന്നെയാണ് എല്ലാറ്റിലും വച്ച് ശ്രേഷ്ഠമായ പ്രവൃത്തി. എന്നിങ്ങനെയുള്ള അർജുനവാക്യം യുധിഷ്ഠിരനെ സമാധാന ചിത്തനാക്കിയില്ല. അദ്ദേഹം പിന്നെയും ചിലത് പറയാൻ തുടങ്ങി. ഉണ്ണി അർജുന, നീ പറഞ്ഞതൊക്കെ വാസ്തവം തന്നെ. സ്വധർമ്മ ആചരണം തന്നെയാണ് എല്ലാറ്റിലും വച്ച് ശ്രേഷ്ഠമായ പ്രവൃത്തി. പക്ഷെ അത് ലോകവ്യവഹാരത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരാളുടെ അവസ്ഥയാണ്. സംസാരമോ സംസാരത്തിലെ സുഖദുഃഖങ്ങളോ അല്ല ജീവന്റെ ലക്ഷ്യം. കൈവല്യപ്രാപ്തിയാണ്. അതാവട്ടെ ലോകവ്യവഹാരം കൊണ്ട് ആർക്കും കിട്ടാനും പോകുന്നില്ല. ആ സ്ഥിതിക്ക് സംസാരത്തെ വിട്ടിട്ട് പരമനിസ്സംഗനായി ഒന്നിനോടും ഏതൊരു പ്രകാരത്തിലും ചേർച്ചയില്ലാതെ ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കി ബ്രഹ്മനിഷ്ഠനായി ജീവിക്കലല്ലേ ബുദ്ധിപൂർവമായ പ്രവൃത്തി. അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് എന്ത് ധർമ്മ ആചരണമാണ്? നിസ്സംഗനും ബ്രഹ്മനിഷ്ഠനുമായ ഒരാൾ ധർമ്മത്തിനും അധർമ്മത്തിനുമെല്ലാം അതീതനാണ്. അങ്ങനെ സുഖദുഃഖങ്ങളോ ശീതോഷ്ണങ്ങളോ ജീവിത മരണങ്ങളാകുന്ന ദ്വന്ദ്ങ്ങളെയൊന്നും അറിയാതെ ഭിക്ഷാമാത്രം കൊണ്ട് ജീവിക്കുന്നവനായി ബ്രഹ്മനിഷ്ഠനായി കഴിയാനാണ് ഞാൻ കാട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞത്. ഇതിൽ പരം ധന്യമായ ജീവിതം മറ്റെന്താണുള്ളത്? ഭാഗ്യം കൊണ്ട് ഇപ്പോഴെങ്കിലും എനിക്ക് ജ്ഞാനാമൃതം കിട്ടി. അജ്ഞാനം കൊണ്ടാണ് ഞാൻ ഇത്രയും പാതകം ചെയ്തത്. ഇനിയെങ്കിലും അതൊന്നും കൂടാതെ കഴിക്കട്ടെ. അതിനാൽ നിങ്ങൾ രാജ്യം ഭരിക്കുകയും എന്നെ കാട്ടിലേക്ക് പോകാൻ അനുവദിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ യുധിഷ്ഠിരനോട് ഭീമസേനനാണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറയുകയാണ്, മഹാരാജാവേ, ഇതെന്തൊരു ബുദ്ധിമാന്ദ്യമാണ്. ചെയ്യേണ്ടതൊക്കെ ചെയ്തു കഴിഞ്ഞ് അനുഭവിക്കേണ്ട സമയം വരുമ്പോൾ ത്യാഗിയായി തീരുകയെന്ന് വന്നാൽ അതൊരു ത്യാഗമാണ്. എന്നാൽ ഈ ത്യാഗബുദ്ധി കുറച്ച് മുമ്പുണ്ടായിരുന്നുവെങ്കിൽ ഇത്രയും ജനങ്ങളെ കൊല്ലേണ്ടി വരുമായിരുന്നില്ലല്ലോ. ഇങ്ങനെയാണ് അങ്ങയുടെ ബുദ്ധിയെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളൊന്നും യുദ്ധം ചെയ്യുമായിരുന്നില്ല. മന്ദബുദ്ധിയായ അങ്ങയെ പിന്തുടർന്ന് സാഹസകൃത്യങ്ങൾക്കൊരുങ്ങിയ ഞങ്ങളാണ് വിഡ്ഢികൾ. രാജ്യം പിടിച്ചടക്കാൻ ഒരുങ്ങുമ്പോൾ എതിർക്കാൻ വരുന്ന ശത്രുക്കളെ കൊന്ന് രാജ്യം പിടിച്ചെടുക്കുകയെന്നത് ക്ഷത്രിയന്റെ ധർമ്മമാണ്. അതിൽ കൂടുതലൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതൊരു തെറ്റോ അധർമ്മമോ ആണെന്ന് അറിവുള്ളവരാരും പറയുകയുമില്ല. എല്ലാം ഉപേക്ഷിച്ച് സന്യാസിയായി തീരലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതമെങ്കിൽ കുന്നും മരങ്ങളും ശ്രേഷ്ഠമായി ജീവിക്കുന്നവരെന്ന് പറയേണ്ടി വരും. അവയൊക്കെ ജന്മനാ സന്യാസികളാണല്ലോ. ഐശ്വര്യം സമ്പാദിച്ച് ജീവിക്കാൻ കഴിയാത്തവനും മനസ്സിന് ബലമില്ലാത്ത മൂഢനും സന്യസിച്ച് കാട് കയറുന്നു എന്നല്ലാതെ അറിവോ കഴിവോ ഉള്ളവരാരും അങ്ങനെ ചെയ്യാറില്ല. പ്രവൃത്തിയാണ് ഈ ലോകത്തിന് ആവശ്യം. അതിനാൽ ഒരു നിമിഷവും ആരും പ്രവർത്തിക്കാതിരുന്നുകൂടാ. സന്യാസമെന്നോ ബ്രഹ്മനിഷ്ഠയോ എന്ന് പറഞ്ഞ് ഒന്നും പ്രവർത്തിക്കാതിരിക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും വലിയ പാപം. അതുകൊണ്ട് ധർമാചരണം തന്നെയാണ് ഏറ്റവും നല്ല ജീവിതം. അത് ചെയ്യാൻ കഴിയാത്തവനാണ് സന്യസിക്കുകയും കാട് കയറുകയും ഒക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ഭീമൻ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അർജുനനാണ് പിന്നെ സംസാരിച്ചത്.
ജ്യേഷ്ഠൻ പറഞ്ഞ തത്വത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു ഇതിഹാസം കേട്ടിട്ടുണ്ട്, അതും കൂടി പറയാം. പണ്ടൊരു കാലത്ത് മീശ മുളയ്ക്കാത്ത പ്രായത്തിലുള്ള ബ്രാഹ്മണ കുമാരന്മാരൊക്കെ തങ്ങൾക്ക് ഗൃഹസ്ഥാശ്രമം വേണ്ട, തപസ്സാണ് ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ് ഗ്രഹകുടുംബാദികളെല്ലാം ഉപേക്ഷിച്ച് കാട് കയറി. ഗ്രാമത്തിൽ പോയി ഭിക്ഷയെടുത്ത് കൊണ്ടുവന്ന അന്നവും ഭുജിച്ച് അവർ കാട്ടിൽ സുഖമായി കഴിഞ്ഞുകൂടാൻ തുടങ്ങി. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ സ്വർണവർണ്ണത്തിലുള്ള ഒരു പക്ഷി ആ കാട്ടിൽ വന്നുകൂടി. തപസ്സികളായ ബ്രാഹ്മണർ വിശ്രമിക്കുമ്പോൾ ആ പക്ഷി അമൃതഭുക്കുകളായ തപസ്സികളെക്കുറിച്ച് കീർത്തിച്ചു പാടാനും തുടങ്ങി. അത് കേട്ടപ്പോൾ ബ്രാഹ്മണകുമാരന്മാർക്ക് ഉത്സാഹം കൂടി. തങ്ങളെ സ്തുതിക്കുകയാണ് പക്ഷി എന്നവർ ധരിച്ചു. അതിനാൽ അവർ പക്ഷിയെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തു. എന്തിനാണ് തങ്ങളെ ഇങ്ങനെ സ്തുതിക്കുന്നതെന്ന് ഒരു ദിവസം ചോദിക്കുകയും ചെയ്തു. ആ ചോദ്യം വന്നപ്പോഴാണ് പക്ഷിയുടെ അഭിപ്രായം വെളിവായത്. പക്ഷി പറയുകയാണ്, ഉച്ഛിഷ്ടഭോജികളായ മുട്ടാളന്മാരെ, നിങ്ങളെ ആരാണ് സ്തുതിക്കുന്നത്? ദേവന്മാരെയും പിതൃക്കളെയും ഭൂതങ്ങളെയും അതിഥികളെയും പൂജിച്ച് ശിഷ്ടമുള്ളതിനെ ഭുജിക്കുന്നവരാണ് അമൃതഭുക്കുകൾ. അങ്ങനെയുള്ള ഗൃഹസ്ഥന്മാരെയാണ് ഞാൻ സ്തുതിക്കുന്നത്. ഏതൊരു കർമ്മവും ചെയ്യാതെ മറ്റുള്ളവരുടെ കർമ്മത്തിൽ പങ്കുചേർന്ന് ഭുജിച്ച് അലസന്മാരായി കഴിയുന്ന നിങ്ങൾ പരമമൂഢന്മാരും നിത്യദരിദ്രന്മാരുമാണ്. നിങ്ങൾക്ക് ഈ ലോകത്തോ പരലോകത്തോ ഒരു സുഖവും കിട്ടാൻ പോകുന്നില്ല. അതിനാൽ ഇനിയെങ്കിലും തപസ്സിന്റെ പേരും പറഞ്ഞ് അലസരായി കർത്തവ്യങ്ങളെ ഉപേക്ഷിച്ചിരിക്കുന്ന നിങ്ങൾ ഗൃഹത്തിലേക്ക് മടങ്ങിപ്പോവുകയാണ് വേണ്ടത്. കർത്തവ്യ പരിപാലനത്തോളം നല്ല തപസ് മറ്റൊന്നും തന്നെയില്ല. എന്നിങ്ങനെയുള്ള പക്ഷിയുടെ ഉപദേശത്തെ കേട്ട ബ്രാഹ്മണകുമാരന്മാരെല്ലാം ഗൃഹത്തിലേക്ക് മടങ്ങി. അവരവരുടെ കർത്തവ്യ പരിപാലനത്തിൽ ബദ്ധശ്രദ്ധന്മാരായി. വഴിപിഴച്ച് കാടുകയറിയ ബ്രാഹ്മണരെ നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടി ദേവചക്രവർത്തിയായ ഇന്ദ്രനാണ് പ്രസ്തുത പക്ഷിയായി വന്ന് അവരെ ഉപദേശിച്ചതെന്ന് പറയുന്നു. ഈ ഇതിഹാസം കൊണ്ട് കർത്തവ്യ പരിപാലനത്തിന്റെ ഗൗരവം എത്രമാത്രമുണ്ടെന്ന് വ്യക്തമാകുന്നുണ്ടല്ലോ. ഭീമാർജുനന്മാരുടെയും പാഞ്ചാലിയുടെയും മറ്റും വാക്കുകളെ കേട്ട യുധിഷ്ഠിര മഹാരാജാവ് അവരോട് മറുപടി പറഞ്ഞു. നിങ്ങളെല്ലാവരും പറയുന്നതിന്റെ താല്പര്യം എനിക്ക് മനസ്സിലായി. വിഷയലോഭമാണ് നിങ്ങളെക്കൊണ്ട് ഇങ്ങനെയെല്ലാം പറയിപ്പിക്കുന്നത്. തൃഷ്ണ വളർന്നാൽ എന്തുണ്ടായിട്ടും കാര്യമില്ല. അവനെപ്പോഴും അസ്വസ്ഥനായിരിക്കും. എല്ലാ രാജ്യങ്ങളുടെയും ആധിപത്യത്തെ മോഹിക്കുന്ന രാജാവിനും ഒരു വയറേയുള്ളൂ. പക്ഷെ എന്ത് കിട്ടിയാലും മാറാത്ത വിശപ്പാണ് അദ്ദേഹത്തിന്. അതിൻ്റെ പേരാണ് തൃഷ്ണ. തൃഷ്ണ വളർന്നാൽ അവനെപ്പോഴും തൃപ്തിയോ സമാധാനമോ ഉണ്ടാകാൻ പോകുന്നില്ല. സംസാര പദാർത്ഥങ്ങളുടെ സമൃദ്ധിയല്ല, നിസ്സംഗതയാണ് ഒരാളെ സുഖിയാക്കി തീർക്കുന്നത്. ഈ പരമാർത്ഥത്തെ അറിയാത്തവർ രാജ്യലോഹികളായിത്തീരുന്നു. എന്നാൽ ഞാൻ നിസ്സംഗതയാണ് ഇഷ്ടപ്പെടുന്നത് എന്നിങ്ങനെ പറഞ്ഞ് മൗനിയായിരുന്ന യുധിഷ്ഠിര മഹാരാജാവിനോട് വീണ്ടും അർജുനൻ പറഞ്ഞു. മഹാരാജാവേ, മിഥില രാജ്യത്തിലെ ജനക മഹാരാജാവ് വളരെ ജ്ഞാനിയായിരുന്നു. എന്നാൽ വേണ്ടത്ര ജ്ഞാനം ലഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഒരിക്കൽ രാജ്യവും ഗ്രഹവുമെല്ലാം ഉപേക്ഷിച്ച് പരിവ്രാജക വൃത്തി ചെയ്യുകയുണ്ടായി. അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ രാജപത്നിയാണ് അദ്ദേഹത്തെ നേർവഴിയിലേക്ക് നയിച്ചത്. ഞാൻ ആ രാജപത്നിയുടെ വാക്കുകളെ പറയാം, ശ്രദ്ധിച്ചു കേൾക്കൂ. തൻ്റെ ഭർത്താവ് തന്നെയും പുത്രന്മാരെയും എല്ലാം ത്യജിച്ച് പോകാൻ പുറപ്പെട്ടപ്പോൾ ആ രാജ്ഞി പറയുകയാണ്, മഹാരാജാവേ, അങ്ങ് എവിടേക്കാണ് പോകുന്നത്? വിശാലമായ രാജ്യത്തെയും സമ്പന്നമായ ഗ്രഹത്തെയും സ്നേഹശീലന്മാരായ പരിജനങ്ങളെയും എല്ലാം ഉപേക്ഷിച്ചു പോയാൽ ഇതിലും വലിയൊരു സ്ഥിതി അങ്ങയ്ക്ക് കിട്ടുമെന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? നിസ്വൻ എപ്പോഴും നിസ്വൻ തന്നെ. അവനെ ആരും ഈ ലോകത്തിൽ വിലവയ്ക്കാൻ പോകുന്നില്ല. കൂടാതെ ഇതെല്ലാം ഉപേക്ഷിച്ച് അങ്ങ് പിന്നെ മറ്റുള്ളവരോട് യാചിച്ചു വാങ്ങുന്ന ഭിക്ഷ കൊണ്ടല്ലേ ജീവിക്കാൻ പോകുന്നത്? വളരെ വലുതും നിശ്ചിതവുമായ സമ്പത്തിനെ ഉപേക്ഷിച്ച് അനിശ്ചിതവും ചെറുതുമായ തുച്ഛവസ്തുക്കളെ കൊണ്ട് സുഖിയായി തീരുമെന്നാണോ വിചാരിക്കുന്നത്? എല്ലാവർക്കും ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നവനായ അങ്ങ് എല്ലാവരോടും യാചിച്ചു വാങ്ങാനാണോ ഒരുങ്ങുന്നത്? കൊടുക്കുന്നവരും വാങ്ങുന്നവരും തമ്മിലുള്ള വ്യത്യാസം അങ്ങേക്ക് അറിയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദേവന്മാരെയും പിതൃക്കളെയും ഭൂതങ്ങളെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ധാർമ്മികമായ ജീവിതത്തേക്കാൾ ശ്രേഷ്ഠമായി എന്ത് പരിവ്രാജനമാണുള്ളത്? ജ്ഞാനദുർബലന്മാരും ശാസ്ത്രബോധമില്ലാത്തവരുമാണ് സന്യാസത്തിനും കാഷായ വസ്ത്രധാരണത്തിനുമെല്ലാം പുറപ്പെടുന്നത്. അവർക്ക് ഇഹപരങ്ങളായ ലോകങ്ങളെക്കുറിച്ചുള്ള ഗതിയൊന്നും അറിഞ്ഞുകൂടാ. വാസ്തവത്തിൽ ധർമ്മം കൊണ്ട് ജയിക്കാൻ കഴിയാത്ത ഏത് ലോകമാണുള്ളത്? അതുപോലെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായി മറ്റെന്താണുള്ളത്? അതിനാൽ രാജ്യം ഭരിച്ച് ധർമ്മത്തെ ആചരിക്കൂ. ഗൃഹസ്ഥൻ തൻ്റെ ധർമ്മത്തെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ ദേവന്മാരെയും പിതൃക്കളെയും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ തന്നെ രാജാവ് രാജ്യത്തെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ പ്രജകളെയും വഞ്ചിക്കലാണ്. നിസ്സംഗ ജീവിതം ഗ്രഹത്തിലും സാധ്യമാണ്.
രാഗദ്വേഷങ്ങൾ നീങ്ങുന്നില്ലെങ്കിൽ പരിവ്രാജകരും സംസാരിയാണ് താനും. അതിനാൽ ധർമ്മത്തെ ആചരിക്കൂ, അതുകൊണ്ട് ശ്രേയസ്സുണ്ടാവൂ എന്നിങ്ങനെയുള്ള പത്നിയുടെ വാക്ക് കേട്ട ജനകൻ സ്വധർമ്മത്തെ ആചരിക്കാൻ ഒരുങ്ങുകയാണുണ്ടായത്. ജ്ഞാനസമ്പന്നനായ ജനകരാജാവിന് പോലും മൗഢ്യമുണ്ടായി. ആ സ്ഥിതിക്ക് അങ്ങേക്ക് ഇങ്ങനെയൊക്കെ തോന്നിയതിൽ അത്ഭുതമില്ല. എന്നാൽ വിവേകത്തെ ഉപയോഗിച്ച് സ്വബുദ്ധി കൊണ്ട് തന്നെ പരമാർത്ഥത്തെ അറിയാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. സ്വധർമ്മത്തേക്കാൾ വലുതായിട്ടൊന്നുമില്ല. അതിനെ ഉപേക്ഷിക്കുന്നതിൽ പരം മൗഢ്യവും മറ്റൊന്നും തന്നെയില്ല. ഈ കഥാഭാഗങ്ങൾ ഇവിടെ പൂർത്തിയാകുന്നു. ബാക്കി കഥകൾ അടുത്ത ഭാഗത്തിൽ കേൾക്കാം. നന്ദി.